നമസ്കാരം. മഴവിൽ മനോരമയിലെ മിമിക്രി മഹാമേളയിൽ സന്തോഷ് പണ്ഡിറ്റിനെ കണക്കിനു പരിഹസിച്ച സുരാജ് വെഞ്ഞാറമൂടിനെതിരെയും അവതാരകർക്കെതിരെയും സെൻസർ ബോർഡിൽ സന്തോഷ് പണ്ഡിറ്റ് നൽകിയ പരാതിയിൽ ചാനൽ മേധാവികളെ വിളിച്ചുവരുത്തി കേന്ദ്ര സെൻസർ ബോർഡ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്. ഈ വിഷയവുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് പണ്ഡിറ്റിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. സിനിമയ്ക്ക് നൽകുന്ന സെൻസറിംഗ് TV ചാനൽ പ്രോഗ്രാംസിനും നൽകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ സെൻസറിംഗ് ഇല്ലാതെയാണ് ഓരോ ചാനലും പരിപാടികൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായി ടെലികാസ്റ്റ് ചെയ്യുകയും തുടർന്ന് അത് യൂട്യൂബിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുകയും ചെയ്യുന്നതോടുകൂടി ഒരു സിനിമയേക്കാൾ കൂടുതൽ TV ടെലികാസ്റ്റ് ചെയ്യുന്ന പരിപാടികൾക്ക് പ്രചാരണം ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആക്ഷേപഹാസ്യ പരിപാടികളിൽ താൻ അടക്കമുള്ള നടന്മാരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നതും ശരിയല്ല എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പ്രതികരിച്ചിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട് തന്റെ കരിയർ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും തന്റെ അപരനെ സൃഷ്ടിച്ച് അയാൾക്ക് സിനിമയിൽ ഓഫർ നൽകാമെന്നൊക്കെ പറഞ്ഞത് വേദനിപ്പിച്ചതായും അദ്ദേഹം പ്രതികരിച്ചു. തന്റെ പരാതിയിൽ സെൻസർ ബോർഡ് ചെയർമാൻ മൊഴിയെടുത്തെന്നും ഇതിൽ നടപടി കണ്ടില്ലെങ്കിൽ സിനിമ സെൻസറിംഗ് തന്നെ വേണ്ടെന്ന് വെക്കണമെന്ന ആവശ്യമായിരിക്കും അടുത്തതായി ഉന്നയിക്കുക എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആർക്കും ആരെയും കരിവാരി തേക്കാനുള്ള ലൈസൻസ് നൽകി അവസാനം ആർക്കും കാണാത്ത രീതിയിൽ എഴുതി കാണിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം മറുനാടൻ TVയോട് പ്രതികരിച്ചിരിക്കുന്നത്. നമ്മള് സെൻസർ ബോർഡിനോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ മഴവിൽ മനോരമയിലെ തകർപ്പൻ മഹാമേള എന്നുള്ള പ്രോഗ്രാം സെൻസർ ചെയ്യാതെയാണ് പുറത്തു വിട്ടെന്നുള്ളതാണ് നമ്മളുടെ അറിവിൽ. മനസ്സിലായില്ലേ? അപ്പോ അതൊന്നുമല്ല, എല്ലാ പരിപാടികളും അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നതെന്നാണ് അറിയുന്നത്. അപ്പോ ഇതിന്മേലാണ് നമ്മൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത്, അതായത് TV എന്തൊക്കെ പ്രോഗ്രാംസ് വരുന്നു ആ പ്രോഗ്രാംസ് എല്ലാം സെൻസർ ചെയ്തിട്ടേ ഇറക്കാൻ പാടുള്ളൂ. ഓക്കെ, കാര്യം നമ്മളിപ്പോ സിനിമയ്ക്ക് സെൻസറിങ് വെക്കുന്നതിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കലി കാണുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഈ സിനിമ പബ്ലിക്കലി കാണുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിയമപ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കല്യാണത്തിന് പോകുന്ന ഒരു ബസ്സിലോ നിങ്ങളൊരു വീഡിയോ ഇടുകയാണെങ്കിൽ പോലും ശരിക്കും സെൻസർ ചെയ്തിട്ട് ഇടാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? പബ്ലിക്കലി കാണുന്ന എന്തും എങ്കിൽ TV പ്രോഗ്രാംസ് ശരിക്കും പറഞ്ഞാൽ സിനിമയേക്കാൾ കൂടുതൽ കാണുന്നുണ്ട്. TV പ്രോഗ്രാംസ് അതിനേക്കാൾ കൂടുതൽ കാണുന്നുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും സെൻസർ ചെയ്യണം. കാരണം ആ സിനിമകൾ ഇവിടെ 1 ഷോ 2 ഷോ ഒരു ദിവസം കൊണ്ടൊക്കെ പരിപാടി അവസാനിക്കുന്നുണ്ട്, സെൻസർ ചെയ്ത് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്ര ആളുകൾ കാണുന്ന സാധനം, പ്രത്യേകിച്ച് അത് കഴിഞ്ഞാൽ പിന്നീട് അത് യൂട്യൂബിലായാലും മറ്റേലൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് നമ്മൾ കൊടുത്ത വിഷയം. ഓക്കെ, അപ്പൊ സെൻസറിങ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഈ അപകീർത്തിപ്പെടുത്തുന്ന പോലത്തെ കാര്യങ്ങളും അതേപോലെ ചില നടന്മാരെ മോശമാക്കുന്ന രീതിയിലുള്ള ഇങ്ങനെ ആൾമാറാട്ട പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ അതിനെ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നു. അതോടൊപ്പം ആ പ്രോഗ്രാമില് ഈ ഇന്ത്യൻ കറൻസി ചൂതാട്ടം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ അതൊന്നും ശരിക്കും സെൻസർ ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇന്ത്യൻ കറൻസി ചൂതാട്ടത്തിന് ഉപയോഗിക്കരുതെന്നുള്ള നിയമമുണ്ട്. സാധാരണഗതിയിൽ ആ പരിപാടി ശരിക്കും സെൻസർ ചെയ്യപ്പെടുകയായിരുന്നെങ്കിൽ ഒരിക്കലും അത് പുറത്തിറങ്ങാൻ പറ്റൂല. ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യം. അപ്പൊ ഇതിന്മേലെ ഹിയറിംഗ് വന്നപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ പ്രളയം ഉണ്ടായതിനു ശേഷം പ്രളയാനന്തരം നമ്മൾ ചെറിയ സഹായങ്ങളാണെങ്കിലും നമ്മൾ നേരത്തെ തന്നെ പോയിട്ട് ചെയ്യുന്നുണ്ടായി നമ്മുടെ കഴിവിനനുസരിച്ച്. ദിവസങ്ങളിലാണ് ശരിക്കും ഞാനിത് അറിഞ്ഞിരുന്നില്ല. മറ്റുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നീട് അതിന്റെ വിഷ്വൽ കിട്ടി, പിന്നെ അവർ യൂട്യൂബിലിട്ടു. ആ ബാക്കി നമ്മൾ അതിന്റെ ഇത് ചിലർ എടുത്തു തന്ന TV പ്രോഗ്രാമിന്റെ തന്നെ ഇത് വിഷ്വൽ കാണിച്ചു തന്നു. അപ്പൊ നമുക്കത് ക്ലിയർ ആയി. അപ്പൊ അത് വെച്ചിട്ടാണ് അപ്പൊ ഒരു വക്കീലിനെ കാണുകയും അതൊരു ഡ്രാഫ്റ്റ് ആക്കുകയും പിന്നീട് അത് കോടതിയിൽ ഫയൽ ചെയ്യേണ്ടി വരിക. കാരണം 3 രീതിയിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യേണ്ടി വരും. ഒന്ന് ക്രിമിനൽ കേസ്, കാരണം നമ്മളെ മോശമാക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്തിട്ടുള്ളത് ക്രിമിനൽ കേസിൽ വരും. രണ്ടാമത്തത് ഈ സെൻസർ ബോർഡിന്റെ കേസ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം മൂന്നാമത്തെ സിവിൽ കേസ് ഒബിയസ്ലി വരാം. കാരണം 50 ലക്ഷത്തിന്റെ ഒരു ഡാമേജ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് സിവിൽ കേസിൽ വരും. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന അത്ര എളുപ്പമല്ലല്ലോ. നമ്മൾ സിനിമയിലൊക്കെ ആണെങ്കിൽ 2 സീനിൽ തീർക്കാം, ഇത് പറ്റില്ലല്ലോ. നമ്മൾ ആദ്യം അവരെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണം, അവരോട് നമുക്ക് അങ്ങോട്ട് ചോദിക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ ഇതിന്റെ ഇടയിൽ വെറുതെ ഓടേണ്ടി വന്നു. കാരണം നമ്മളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ പോകുന്നത്. നമുക്കിവിടെ ആരും ബുദ്ധിമുട്ടിക്കാനോ ഉപദ്രവിക്കാനോ നമുക്ക് യാതൊരു താല്പര്യമില്ല. അതേസമയം കണ്ടിന്യൂസ്ലി, മനസ്സിലായില്ലേ, കണ്ടിന്യൂസ്ലി ഇത് വരുന്നു. അപ്പോ മറ്റുള്ളവരോട് നിയമോപദേശം നമ്മൾ ചോദിക്കുകയുണ്ടായി.
അപ്പൊ ജനറലി മനസ്സിലാക്കിയൊരു കാര്യം, ഇതിലിപ്പോ വിജയിക്കോ പരാജയപ്പെടുമോ എന്നുള്ളതെല്ലാം ജഡ്ജിയാണ് തീരുമാനിക്കേണ്ടത്. അതേസമയം നമുക്കിപ്പോ ഈ സുരാജ് വെഞ്ഞാറമൂട് എന്ന ഒരു നടൻ എനിക്കെതിരെ ഒരു എന്റെ കരിയർ തകർക്കാനായി ചെയ്തു എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് എന്ത് ഗുണം കിട്ടി എന്ന് അവർ ചോദിക്കും. കാരണം അത് ചെയ്ത വ്യക്തിക്ക് ഒരു ഗുണം വേണമല്ലോ. അപ്പൊ ഇദ്ദേഹത്തെ വിന്നറാക്കി 5 മാർക്ക് കൊടുക്കുകയും 26,000 രൂപയൊക്കെ കൊടുത്തായിട്ട് വിഷ്വലിൽ കാണുന്നുണ്ട്. പിന്നെ 2 സിനിമയിൽ ചാൻസ് കൊടുക്കാമെന്ന് പറയും. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു മനസ്സിലായി, അവർക്ക് അതുകൊണ്ട് എന്ത് ഗുണം കിട്ടി എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. പിന്നെ അടുത്തത് ഈ ഇന്ത്യൻ കറൻസി ചൂതാട്ടത്തിന് ഉപയോഗിച്ചതാണ്. അതും ഞാൻ ആ വിഷ്വലിൽ കണ്ടത് അങ്ങനെയാണ്. ബാക്കി എന്താന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് ഇന്ത്യൻ കറൻസി ചെയ്യുന്നത്. അപ്പൊ ഇതിലുപരിയായിട്ട് സെൻസർ ബോർഡിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ TV പ്രോഗ്രാംസും മറ്റേതിനും എന്തുകൊണ്ട് സെൻസറിങ് ചെയ്യുന്നില്ല. ഇനി അതല്ല അവർക്ക് അങ്ങനെ ഒരു ടിവിയിലെ അവർക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഈ സിനിമാക്കാരും ബുദ്ധിമുട്ടി തന്നെയാണല്ലോ സെൻസർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതില് എനിക്ക് എന്തെങ്കിലും രീതിയിൽ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, എന്നാൽ സിനിമ സെൻസർ ചെയ്യണ്ടെന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്താലോ എന്നുള്ളതാണ് നെക്സ്റ്റ്. എന്റെ ചോദ്യം, സിനിമക്ക് അവരൊരു ബോഡി വെച്ച് ഞങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് അറിയിക്കൂ എങ്കിൽ എന്റെ ചോദ്യം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിക്കുന്നത് നെക്സ്റ്റ് സ്റ്റേജ് ഇതിലെനിക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറയുന്ന എല്ലാ സിനിമയ്ക്ക് ശേഷം അവസാനം ഒരു വേട ഇരുന്നപ്പോലെ ഈ സിനിമയിലെ ഏതെങ്കിലും സീനിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലെ സിനിമക്കാരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ പ്രൈവറ്റ് ബോഡി ഉണ്ടാക്കും, അവിടേക്ക് അറിയിച്ചു. പിന്നെ സെൻസർ ബോർഡിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെയും വരാലോ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു TV പ്രോഗ്രാംസിന് സെൻസറിങ്. അപ്പൊ എന്റെ ഫസ്റ്റത്തെ ചോദ്യം, TV പ്രോഗ്രാംസിന് സെൻസറിങ് ആവശ്യമുണ്ടോ ഇല്ല. ശരി, അതിന് ആവശ്യമില്ല എങ്കിൽ പിന്നെ സിനിമയ്ക്ക് വേണമെന്നുള്ളതാണ് എന്റെ സംശയം. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സെൻസർ ബോർഡ് ചെയർമാൻ എന്റെ മൊഴിയെടുത്തു. ബാക്കിയുള്ള എല്ലാ, കാരണം ഈ ഒരു വിഷയം വരുമ്പോ ഒരു ചാനൽ മാത്രമല്ലല്ലോ, കാരണം മറ്റുള്ള ചാനലുകാർ ആരും ചെയ്യുന്നില്ലല്ലോ. മനസ്സിലായി? അപ്പൊ എല്ലാവരോടും ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ബാക്കി എന്താണെന്നുള്ളത് സെൻസർ ബോർഡ് ചെയർമാനാണ് ഇനി തീരുമാനിക്കേണ്ടത്. കാരണം ഇനി സെൻസർ ബോർഡ് ചെയർമാനാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോൾ ഈ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട അവര് അഡ്വക്കേറ്റ് സോളിസിറ്ററോ അവരുമായിട്ട് സംസാരിച്ചിട്ടാണത്രേ 1 മാസത്തിനിടയിലോ 2 മാസത്തിനിടയിലോ റിപ്പോർട്ട് നടപടി എടുത്ത് റിപ്പോർട്ട് എടുക്കാൻ, ഫർദർ ആക്ഷൻ എടുക്കാനാണ് സെൻസർ ബോർഡ് ചെയർമാനോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ വിഷയത്തിൽ, കാരണം ഞാൻ പറഞ്ഞ സെൻസറിങ് വേണമെന്നുള്ള വിഷയം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബോർഡ്. അതപ്പോ ഹൈക്കോടതിക്ക് ഞാൻ ഫസ്റ്റ് വിചാരിക്കുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഒരു കഥയും ഇല്ലെങ്കിൽ, ഞാൻ പറയുന്നു ഞാൻ കൊടുത്ത പരാതിയിൽ ഒരു കഴമ്പും ഇല്ലെങ്കിൽ അപ്പൊ തന്നെ ഹൈക്കോടതിക്ക് മാറ്റാം. കാരണം വില പിടിച്ച സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നതായിട്ടായിരിക്കും വരുള്ളൂ. മനസ്സിലായില്ല? അപ്പോ ഇത് എങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്, അല്ലാതെ TV പ്രോഗ്രാംസ് സെൻസറിങ് ചെയ്യണം എന്ന് പറയുമ്പോൾ വിത്ത് എക്സാമ്പിൾ സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ സെൻസറിങ് ഇല്ലാത്തതുകൊണ്ട് ഇന്നെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ അവർക്കതിൽ എന്തെങ്കിലും ഒരു ദോഷം കൊണ്ടായിരിക്കാം ഇത് ചെയ്തത്, അല്ലെങ്കിൽ ചെയർമാന്റെ നിന്നുള്ള ഇത് കിട്ടിയതിന് ശേഷം ബാക്കി ഫർദർ തീരുമാനം എടുക്കാൻ അവർ കരുതിയിട്ടുണ്ടാവും. എന്താണെന്ന് എനിക്കറിയില്ല. എന്നെ അത് പോസിറ്റീവായിട്ടാണ് ഇത്രയും വന്നിരിക്കുന്നത്. ബാക്കി ഞാൻ എന്റെ ആംഗിളിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? ഇനി ചാനലുകാർക്ക് അവർക്ക് പറയാനുള്ളതും ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും കൂടെ വെച്ച് സെൻസർ ബോർഡ് ചെയർമാൻ എങ്ങനെ ആയിരിക്കും റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം എന്റെ കൺട്രോളല്ല. എന്നെ വിളിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പൊ എന്താണോ പറഞ്ഞു അതിന്റെ വേറെ രൂപത്തിൽ തന്നെയാണ്, അല്ല ഇതേ കാര്യങ്ങൾ ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഇതിൽ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പോസിറ്റീവായാലും നെഗറ്റീവായാലും എനിക്ക് വകയുണ്ട്. കാരണം പ്രതീക്ഷയ്ക്ക് എനിക്ക് വക നൽകുന്നു. കാരണം ഈ എല്ലാത്തിനും സെൻസറിങ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എല്ലാ പ്രോഗ്രാംസിലും വളരെ വൾഗറായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടുത്തെ സീരിയലിലും ഇതിലൊക്കെ നടക്കുന്നുണ്ട്, TV റിയാലിറ്റി ഷോയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടും. സെൻസറിങ് ഉണ്ടാകുമ്പോൾ നടക്കൂല. ഇതാണ് ഞാൻ ഇത് കൊടുക്കുന്നതാണ്. പൊതുവിൽ പല സാധാരണ ജനങ്ങൾ എന്നോട് പറഞ്ഞു വളരെ നല്ല കാര്യമാണ്, ഞങ്ങൾ ഇത് ആലോചിച്ച കാര്യമാണ്, നിങ്ങളെങ്കിലും ചെയ്യുമല്ലോ, അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ്ലി കിട്ടും. അപ്പൊ അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി അതല്ല, സെൻസറിങ് വേണ്ട എന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ വെരി ഗുഡ്, എന്നാലും ഞാൻ ഹാപ്പിയാണ്.
കാരണം ഈ സിനിമയ്ക്ക് സെൻസറിങ് വേണ്ട എന്നുള്ളത് കൊണ്ടുവരുമ്പോൾ ഈ സിനിമാക്കാർ വലിയൊരു വിഭാഗത്തിന് വലിയൊരു അനുഗ്രഹമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു മനസ്സിലായി. കാരണം ടി വിക്കാർ ബുദ്ധിമുട്ടും അതുകൊണ്ട് അവർക്ക് സെൻസറി വേണ്ടല്ലോ. പിന്നെ സിനിമക്കാരും ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. രണ്ടും ഒന്നല്ലേ? പറഞ്ഞു മനസ്സിലായി. എനിക്ക് അത് അല്ല, ഞാൻ അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല. ഇതിന് ടി വിക്ക് സെൻസറിങ് വേണ്ട എന്ന് പറഞ്ഞു, സിനിമയ്ക്ക് വേണ്ട എന്ന് പറയാലോ. അത് ഞാനിപ്പോ അത് കൊടുത്തിട്ടില്ല. അങ്ങനെ ചിന്തിക്കാം. അപ്പോ അങ്ങനെ വരുമ്പല്ല സിനിമ ജനങ്ങൾ കാണുന്നു. അപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യാൻ നമുക്ക് എളുപ്പമല്ലേ? ഇന്നത്തെ കാലത്ത് ഒരു ടി വി പ്രോഗ്രാംസ് എത്ര പേര് കാണുന്നു എന്ന് അറിയാൻ കൃത്യം തെളിവില്ലേ? ഒരു സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾ യു തന്നാലും എ തന്നാലും അത് നമ്മളവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇത് എ ആണെന്ന് അറിഞ്ഞിട്ടും ഇന്ന നടന്റെ ഇന്നാണെന്ന് അറിഞ്ഞിട്ടും പൈസ കൊടുത്തിട്ടാണ് ഒരുത്തം കാണുന്നത്. അതേസമയം ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മോളും ഭാര്യ വരുന്ന ഒരു പരിപാടി കാണുമ്പോൾ നിങ്ങൾ ടി വി ഓൺ ആക്കുന്നിടത്ത് നിങ്ങളൊരു കാര്യം കാണുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും?